ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നേരത്തെ കിട്ടുന്ന ലെക്ചർ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് പിന്നീട് 1786 അമെൻഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം അമെൻഡ് ചെയ്ത ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 1784 ആക്ട് 1786 അമെൻഡ് ചെയ്യപ്പെട്ടു. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ആൻസർ ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു അന്നത്തെ ആ ഒരു ആക്റ്റിലുണ്ടായിരുന്ന ഗ്രീവിയൻസസ് അല്ലെങ്കിൽ അതിലെ മിസ്റ്റേക്കുകൾ തിരുത്തുവാൻ വേണ്ടി, അപാകതകളുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ പോളിസികളൊക്കെ കൊണ്ടുവരത്തില്ല. അതുപോലെ നമ്മൾ ജീവിതത്തിലായാലും പുതിയ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നമ്മളത് തിരുത്തും. അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു ആക്റ്റുകൾ ഉണ്ടായിരുന്ന ഗ്രീവിയൻസസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്യപ്പെടുന്നത്. 1786 അമെൻഡ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ലെക്ചർ ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഓർക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ അവസാനത്തെ ഒരു വീഡിയോയിൽ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യനും ദയവായിട്ടൊന്ന് കമൻറ്റ് സെക്ഷനിൽ ആൻസർ പറയുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിൻ ചേഞ്ചസ് വന്നു. ഈ ഒരു ആക്റ്റിൽ പ്രധാനമായിട്ടും കുറച്ച് ചേഞ്ചസ് വന്നു. എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നു പറഞ്ഞാൽ, അന്നത്തെ 1786 ലോർഡ് കോൺവാലിസ് ഗവർണർ ജനറലായിട്ട് മാറി. അതാണ് ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോൺവാലിസ് പ്രഭു ഗവർണർ ജനറലായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം ഗവർണർ ജനറൽ ആവുന്നതിന് മുന്നേ ആയിട്ട് 2 കണ്ടീഷൻസ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. 2 കണ്ടീഷൻ, ഞാൻ ഗവർണർ ജനറൽ ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞു. എന്താണ് ആ കണ്ടീഷൻ എന്നോട്ട് പോവാം. അതായത് അദ്ദേഹത്തിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു അതോറിറ്റി കൊടുക്കണം. അതായത് ആ ഒരു കൗൺസിലിന് അതീതമായിട്ട്, കൗൺസിൽ എടുക്കുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതീതമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും, അദ്ദേഹത്തിന് അൾട്ടിമേറ്റ് പവർ വേണം. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അതോറിറ്റി അദ്ദേഹത്തിന് കിട്ടണം. അല്ലെങ്കിൽ മറ്റാരും തീരുമാനമെടുക്കാൻ പാടില്ല. ഇപ്പോൾ ആ ഒരു കൗൺസിലിന് എന്തെങ്കിലും എതിരായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിന് അപ്പുറമായിട്ട് ഇദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കണം. അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം തീരുമാനിച്ച ഒരു കണ്ടീഷനാണ് ഈ ഒരു കണ്ടീഷനെന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ചിന്തിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അദ്ദേഹത്തിന് ഒരു എക്സ്ട്രീം ബോസ് ആവണം, അതുപോലെ തന്നെ എക്സ്ട്രീം അതോറിറ്റി വേണം. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ കമാൻഡർ ഇൻ ചീഫ് ആക്കണം. കമാൻഡർ ഇൻ ചീഫ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം, കമാൻഡർ ഇൻ ചീഫ് ആകുമ്പോൾ അദ്ദേഹത്തിന് മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് മിലിറ്ററിയിലുള്ള കാര്യങ്ങൾ റെഗുലേഷൻസ് വരുത്താനും അത് നിയന്ത്രിക്കാനും സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ മിലിറ്ററി കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു പവർ വേണം എന്നുള്ള ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ 2 കണ്ടീഷനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു മുന്നോട്ട് വെച്ചു. ഇത്രയേ ഉള്ളൂ ആ ഒരു ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാണ്. ചാർട്ടർ ആക്ട്, പുതിയ കോൺസെപ്റ്റാണ്. അപ്പം 1793 ചാർട്ടർ ആക്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ചാർട്ടർ ആക്ട്, എന്തൊക്കെയാണ് ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ചാർട്ടർ ആക്ട് 1793 കൊണ്ടുവന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ചേഞ്ചസ് അതിൽ കൊണ്ടുവന്നു. ആ ചേഞ്ചസ് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലെ അംഗങ്ങളിൽ ഒരാൾ ഇന്ത്യൻ സോൾജർ ആയിരിക്കണം. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ആളായിരിക്കണം, ഇന്ത്യൻ സൈനികനായിരിക്കണം എന്നുള്ളൊരു കാര്യം മാൻഡേറ്ററി ആക്കി. അതുപോലെ തന്നെ ഗവർണർ ജനറലിന് എക്സ്ട്രീം അതോറിറ്റി ആവണം. അതായത് കൗൺസിലിന് അതീതമായിട്ട് അദ്ദേഹത്തിന്
ഡെസിഷൻ എടുക്കാനായിട്ട് പറ്റണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആവുന്നതിന് മുന്നേ 2 കണ്ടീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് കൗൺസിലിന് അതീതമായിട്ട് ഡെസിഷൻ എടുക്കണമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കണ്ടീഷൻ ഇവിടെ ഒരു നിയമമായിട്ട് മാറുകയാണ്. അതാണ് അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമമായിട്ട് മാറുകയെന്ന് വെച്ചാൽ വിച്ച് മീൻസ് ദേ അക്സെപ്റ്റഡ് ദാറ്റ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ അവർ ഒരു നിയമമാക്കുകയാണ്, ലോ ആക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനെ നിയമമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാറ്റം ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ട്രേഡ് മോണോപ്പൊളി. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടുത്ത 20 വർഷത്തേക്ക് വാണിജ്യപരമായിട്ടുള്ള ഒരു കുത്തക അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അടുത്ത 20 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുകയാണ്. അതാണ് അടുത്ത ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അതായത് അടുത്ത 20 വർഷം ട്രേഡിൽ ഉള്ള എല്ലാ അധികാരങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു ട്രേഡിലുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത 20 വർഷം തീരുമാനിക്കുന്നത് ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കും. അപ്പോൾ എന്ത് ട്രേഡ് ചെയ്യണം, എന്ത് ട്രേഡ് ചെയ്യേണ്ട, ആരൊക്കെയായിട്ട് ട്രേഡ് കണക്ഷൻസ് വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അപ്പം അതിൽ നേട്ടം ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യം പറഞ്ഞാലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അതിൽ നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഓർക്കുക, 20 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കും. അപ്പം അടുത്ത നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗവർണർ ജനറൽ ആ ഒരു 1893 ആ ഒരു ആക്ട്, ചാർട്ടർ ആക്ട് ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെ ശരിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻറ്റ് ആ ഒരു സമയത്ത് 1893 ഈ ഒരു ചാർട്ടർ ആക്ട് വരുന്ന സമയത്ത് അന്നത്തെ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? അത് വേറെ ആരുമല്ല, ആ ഒരു ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി ഡണ്ടാസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയുകയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. 1893 ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ജോൺ ഷോറാണ്. അപ്പോൾ ഒന്ന് നോക്ക് ആർക്കൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ ഇട്ടയിൽ ആർക്കൊക്കെയാണ് ശരി വന്നതെന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഈ ഒരു 1793 ഈ ഒരു ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ഈ ഒരു ഷോർട്ട് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടായിട്ടോ വരച്ച് എഴുതി വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന നോട്ട്സൊക്കെ പോയിൻ്റൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. അപ്പം കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കുക. അപ്പോൾ ഇനി മുന്നത്തെ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ലെക്ചർ ക്ലാസ് ഇനിയും ഉണ്ടാവും. റിമൈൻഡിങ് ആക്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഐ വിൽ ആൻസർ ഇറ്റ് ആൻഡ് താങ്ക് യു.